കേജ്രിവാളും അതുപോലെ തന്നെ മനീഷ് സിസോദിയയും തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂഡൽഹി മണ്ഡലത്തിലാണ് അരവിന്ദ് കേജ്രിവാൾ തോറ്റിരിക്കുന്നത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് ദീക്ഷിത് ഏതാണ്ട് 3000-ഓളം വോട്ടുകളാണ് പിടിച്ചത്. നേരിയ പർവേസ് ശർമ്മയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. മനീഷ് സിസോദിയ ജംഗ്പുരിയിൽ തോറ്റിരിക്കുന്നു. അരവിന്ദ് കേജ്രിവാൾ ന്യൂദില്ലി മണ്ഡലത്തിൽ തോറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. BJPയുടെ പർവേഷ് വർമ്മ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അതുപോലെ തന്നെ അദീഷിയും ഏതാണ്ട് തോൽവിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. സാനു, തുടരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ കൈവശം ഇരുന്ന സംസ്ഥാനങ്ങൾ BJPക്ക് ഓൾറെഡി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ അക്കാര്യത്തിൽ അവർ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. അരവിന്ദ് കേജ്രിവാൾ അടക്കം തോറ്റിരിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉണ്ടായിരുന്ന മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പോൾ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ സാധ്യത BJPക്കെതിരായിട്ടുള്ള വികാരവും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ വാശി പിടിച്ച് അവർ പിടിച്ചു വാങ്ങിയ സീറ്റുകളാണ് ആ പറയുന്ന മഹാഗഠബന്ധനെ പരാജയത്തിലേക്ക്, മഹാവികാസ് അഘാഡിയെ പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ സംസ്ഥാനവും അവർ നേരിട്ട് കൊണ്ടുകൊടുക്കുകയായിരുന്നു. ഇപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളതും പിടിച്ചു കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പറയുന്ന കേജ്രിവാളും മനീഷ് സിസോദിയയും ഒക്കെ എതിരായിട്ട് ഏറ്റവും ഭീകരമായി BJP എടുത്ത് ഉപയോഗിച്ചത് അഴിമതി ആരോപണമാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി. ആ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ആരോപണം ആദ്യം ഉന്നയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കുന്നതുമെല്ലാം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരികയും ദീർഘകാലത്തേക്ക് അവരുടെ മനീഷ് സിസോദിയെയും അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിനെയും ഒടുവിൽ അരവിന്ദ് കേജ്രിവാളിനെയും ജയിലിലിടുന്ന സ്ഥിതിയിലേക്ക് വരെ വന്നിട്ടുള്ളത്. അപ്പോൾ തുടർച്ചയായി BJPക്ക് ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികളെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ള പാർട്ടികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും നൽകി അവർക്ക് ആയുധം നൽകുന്ന, അടിക്കാനുള്ള വടി എടുത്ത് കൊടുക്കുക എന്നുള്ള പണി കൂടി കോൺഗ്രസ് എടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പറയുന്ന ഡൽഹിയിലെ ആം ആദ്മിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തുള്ള സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി BJPയുടെ B ടീമായിട്ട് വളരെ കൃത്യമായി നമ്മൾ നേരത്തെ പറയുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും ഒരു രാവ് പുലർന്നപ്പോൾ ഒന്നായിട്ട് ഒരു നിയമസഭ പൂർണ്ണമായിട്ടും അപ്പുറം പോയ ചരിത്രം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഇന്ത്യയെ മൊത്തമായി BJPക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവരുടെ ഒരു B ടീമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് BJPയിലേക്ക് ആളുകളെ സംഭാവന ചെയ്യാൻ, BJPയിലേക്ക് നേതാക്കന്മാരെ, മന്ത്രിമാരെ, MLAമാരെ, MP മാരെയൊക്കെ സംഭാവന ചെയ്യാനുള്ള ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് അധപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന ഡൽഹി ഇലക്ഷൻ എന്ന് പറയുന്നത്. ഡൽഹി വളരെ കൃത്യമായിട്ട് BJP എത്രയോ കാലമായിട്ട് കണ്ണുവെച്ച് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അധികാരത്തിലെത്തി 11 വർഷം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ട് വന്നിട്ടും കേന്ദ്ര ഭരണസിരാകേന്ദ്രം ഇരിക്കുന്ന ഡൽഹി പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. നേരത്തെ കോർപ്പറേഷൻ എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഇവിടെ പിടിച്ചെടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. വലിയ രൂപത്തിൽ ഈ പറയുന്ന ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ എല്ലാ അർത്ഥത്തിലും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഭരിക്കാൻ അനുവദിക്കാതെ ഏതെല്ലാം അർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അപ്പം അത്തരത്തിൽ വലിയ ശ്രമം BJP നടത്തിയിട്ടും BJP വിജയിക്കാതിരുന്നിടത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ ആങ്കർ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിൽ വിവിധ ഏജൻസികളെ ഇറക്കി വിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള BJPയുടെ പരിശ്രമങ്ങൾ. അപ്പം അത്തരം പരിശ്രമങ്ങൾ എല്ലാം നടത്തിയിട്ടും വിജയിക്കാതിരിക്കുമ്പോൾ അതിനെയും മറികടന്നുകൊണ്ട് വിജയിപ്പിക്കുക എന്നുള്ള ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാത്രമല്ല ഈ പറയുന്ന OWൈസിയുടെ പാർട്ടി AIM എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയെ നമ്മൾ ഡൽഹിയിൽ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ എവിടെയൊക്കെ BJPക്ക് വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഹാറിൽ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഹൈദരാബാദ് സിറ്റി കേന്ദ്രീകരിച്ച് മാത്രമുള്ള ഒരു പാർട്ടി, തെലങ്കാനയിൽ തന്നെ മറ്റ് ഇടങ്ങളിലൊന്നും സ്വാധീനമില്ലാത്ത ഒരു പാർട്ടി, ഇന്ത്യ
തെരഞ്ഞെടുപ്പ് നടന്നാലും BJPക്ക് നേട്ടമുണ്ടാവണമെന്നുണ്ടെങ്കിൽ മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായും